ഗലാത്യലേഖനം 1:13 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ വിളിക്കപ്പെട്ടവൻ, വേർതിരിക്കപ്പെട്ടവൻ, കർത്താവിൻ്റെ വെളിച്ചം തൻ്റെ മേൽ പ്രകാശിച്ചവനുമായ പൗലോസ് കാഴ്ച പ്രാപിച്ച്, സ്നാനമേറ്റ്, ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനാൽ ആലോചന ലഭിച്ച്, ദൈവത്താൽ നയിക്കപ്പെട്ടവനായി നേരെ അറബിയിലേക്ക് പോയി എന്ന് കാണുന്നു. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് 40 പകലും 40 രാവും ഉപവാസത്തിനായി മരുഭൂമിയിലേക്ക് പോയി സാത്താനെ ജയിച്ച് മടങ്ങി വന്നതുപോലെ പൗലോസും തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് മരുഭൂമിയിലേക്ക് പോയി. ദൈവം യാക്കോബിനോട്, ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചതനുസരിച്ച് ജന്മദേശത്ത് എത്തുന്നതിനും തൻ്റെ സഹോദരനെ നേരിടുന്നതിനും മുൻപ് യബ്ബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവത്തോട് മല്ല് പിടിച്ച് ജയിക്കുന്നുണ്ട്. ഏതൊരു ശുശ്രൂഷകനും ഇങ്ങനെയൊരു അറേബ്യ ആവശ്യമാണ്. ഈ അറേബ്യ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള തൻ്റെ പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. ഈ അറേബ്യ ധ്യാനസ്ഥലമാണ്, ഏകാന്തതയാണ്, ദൈവദർശന അനുഭൂതിയാണ്, ദൈവഹിത വെളിപ്പാടാണ്, നോമ്പും നമസ്കാരവുമാണ്, ആധ്യാത്മികമായ പരിവർത്തനമാണ്. ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവിത വിജയത്തിന് അത്യാവശ്യവുമാണ്. അത് അനുഭവിപ്പാൻ നാം യോഗ്യരായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.